വെറുതെ മുറ്റത്തോടെ നടക്കുമ്പോഴാണ് ഈ പ്ലാസ്റ്റിക് പാത്രം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിവിടെ കിടന്ന് വെള്ളം കയറി കൊതുക് മുട്ടയുണ്ടാന്ന് കരുതി കളയാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്. ഞാൻ കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും വലിയൊരു കല്ലും കൂടെ വേണം. ഇത് ഞാൻ നേരത്തെ വാട്ടർ മോസയ്ക്ക് ഇട്ട് വെച്ചിരുന്ന ചട്ടിയാണ്. ഇതുകൂടെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മണ്ണാണ്. ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ മണ്ണിളക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എടുത്ത സാധനങ്ങളെല്ലാം കൊണ്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മണ്ണ് നനച്ചിട്ട് കുറച്ച് കല്ലും കൂടെ അതിൻ്റെ മുകളിൽ ഈ ഷേപ്പിൽ വെച്ച് കൊടുത്തു. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് പെയിൻറ്റ് അടിച്ചെടുക്കണമായിരുന്നു. പിന്നെ എനിക്ക് അതിനുള്ള പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സെറ്റാക്കി. പിന്നെ അകത്ത് മാത്രം അടിച്ചാൽ മതിയല്ലോ. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് പെയിൻറ്റിൽ ആ സ്റ്റോണിൽ ടെക്സ്റ്റ് കൊടുക്കാം. ഇന്ന് ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിവസമാണ്. ലോകമെമ്പാടും യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് ഓർമ്മിക്കുന്ന ഒരു ദിവസം. ഈസ്റ്ററിൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാ ദിവസത്തിലും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. പാട്ടുകാരൻ പാടിയതുപോലെ ഈ ഉലക മഹാന്മാരുടെ എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ തുറക്കപ്പെട്ട് കിടക്കുന്ന ഒരേ ഒരു കല്ലറയുള്ളൂ. അത് യേശു കർത്താവിൻ്റെതാണ്. കാരണം ദൈവവചനം പറയുന്നു, അവൻ എവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമിൻ. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ വേണം. അത് കളക്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ ചട്ടി ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്തിട്ടൊരു വൃത്തിയാവുന്നില്ല. അപ്പം ഞാൻ കരുതി പെയിൻറ്റ് അടിച്ചെടുക്കാമെന്ന്. ആദ്യം ഞാൻ വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുത്ത് നോക്കി, എന്നിട്ട് സെറ്റായില്ല. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബ്രൗണോട് മിക്സ് ചെയ്ത് ഈ ഒരു ഷെയ്ഡിലോട്ട് എടുത്തു. ഹീ ഈസ് റൈസൺ. ഇത് ഈസ്റ്റർ ദിവസത്തിൽ മാത്രമല്ല, എന്നും നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് ഹോപ്പോടെ. ബൈ.